ലോക നേതാക്കൾ അവരുടെ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ അതെല്ലാം നടക്കുന്നത് അതീവ സുരക്ഷാ സജ്ജീകരണങ്ങൾക്കും മുൻകൂട്ടി നിശ്ചയിച്ച കർക്കശമായ കീഴ്വഴക്കങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കും. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രീതികളെ അടിമുടി മാറ്റിമറിച്ചിരിക്കുന്നു. ആഗോളതലത്തിൽ തന്നെ മോദി മുന്നോട്ട് വെച്ച പുതിയ ശൈലിയാണ് കാർ നയതന്ത്രം. പലപ്പോഴും രാഷ്ട്രത്തലവന്മാർ തന്നെ ഡ്രൈവർ സീറ്റിലിരുന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിലൂടെ ഇന്ത്യയുടെ വിദേശ നയത്തിന് പുതിയൊരു മുഖമാണ് കൈവന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര നയതന്ത്രം എന്നത് പൊതുവെ സംഭവിക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ സാമ്പ്രദായിക രീതികളെ അടിമുടി മാറ്റിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കങ്ങൾ. അടച്ചിട്ട മുറികളിലെ ഗൗരവമേറിയ ചർച്ചകൾക്കപ്പുറം ഒരു വാഹനത്തിനുള്ളിലെ പരിമിതമായ സ്ഥലത്തിരുന്ന് ആശയവിനിമയങ്ങൾ നടത്തുന്നതാണ് ഈ രീതി. ഇതിലൂടെ നേതാക്കൾക്കിടയിലുള്ള വ്യക്തിപരമായ സുഹൃത്ത് ബന്ധത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും ആഴം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഔദ്യോഗിക ബന്ധമല്ല, മറിച്ച് രണ്ട് നേതാക്കൾ തമ്മിലുള്ള ആത്മബന്ധത്തെ ലോകത്തിനു മുന്നിൽ പ്രകടമാക്കുക കൂടിയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുതൽ എത്യോപ്യൻ പ്രധാനമന്ത്രിയും ജോർദാൻ കിരീടാവകാശിയും വരെ ഈ രീതിയിൽ പ്രധാനമന്ത്രിക്ക് ആതിഥ്യ മര്യാദ നൽകിയത് ലോകശ്രദ്ധയാകർഷിച്ചു. സങ്കീർണമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഇത്തരം അനൌദ്യോഗിക നിമിഷങ്ങൾ നയതന്ത്ര ചർച്ചകളെ കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ഈ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമിട്ടത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള മോദിയുടെ കൂടിക്കാഴ്ചയായിരുന്നു. ടിയാൻജിനിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിക്കിടെ 45 മിനിറ്റോളം ഇരുവരും പുടിന്റെ ഔദ്യോഗിക കാറിൽ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്തത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഒരു കാറിൽ 2 സുഹൃത്തുക്കൾ മാത്രമെന്നായിരുന്നു ഈ യാത്രയെക്കുറിച്ച് പുടിൻ പിന്നീട് പ്രതികരിച്ചത്. ഈ മാതൃക പിന്നീട് റഷ്യൻ പ്രസിഡന്റിന്റെ ഡൽഹി സന്ദർശന വേളയിലും ആവർത്തിച്ചു. ഈ കാർ നയതന്ത്രം പ്രധാനമന്ത്രിയുടെ സമീപകാല എത്യോപ്യ, ജോർദാൻ സന്ദർശനങ്ങളിലും വ്യക്തമായി ദൃശ്യമായിരുന്നു. എത്യോപ്യൻ പ്രധാനമന്ത്രി അബിയ് അഹമ്മദ് അലി നേരിട്ട് വിമാനത്താവളത്തിലെത്തി മോദിയെ സ്വീകരിക്കുക മാത്രമല്ല, അദ്ദേഹത്തെ ഡ്രൈവ് ചെയ്ത് ഹോട്ടലിലേക്കും സയൻസ് മ്യൂസിയത്തിലേക്കും കൊണ്ടുപോവുകയും ചെയ്തു. ജോർദാനിലും സമാനമായ രീതിയിലുള്ള ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. 37 വർഷത്തിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജോർദാനിൽ നടത്തുന്ന ഉഭയകക്ഷി സന്ദർശനമായിരുന്നു ഇത്. ജോർദാനിയൻ കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമൻ തന്റെ BMW കാറിൽ മോദിയെ നേരിട്ട് മ്യൂസിയത്തിലേക്കും പിന്നീട് വിമാനത്താവളത്തിലേക്കും കൊണ്ടുപോയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള 75 വർഷത്തെ നയതന്ത്ര ബന്ധത്തിന്റെ തിളക്കം വർദ്ധിപ്പിച്ചു. നയതന്ത്ര ചർച്ചകൾ പലപ്പോഴും അടച്ചിട്ട മുറികളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇത്തരം വ്യക്തിപരമായ ഇടപെടലുകൾ രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസം കൂടുതൽ ദൃഢമാക്കും. പ്രോട്ടോക്കോളുകൾ മാറ്റിവെച്ച് നടത്തുന്ന ഈ യാത്രകൾ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വാധീനത്തെയും ഒപ്പം തന്നെ ലോക നേതാക്കൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള
വ്യക്തിപരമായ സ്വീകാര്യതയുമാണ് അടിവരയിടുന്നത്. വരും കാലങ്ങളിൽ ഭൗമരാഷ്ട്രീയ ചർച്ചകളിൽ ഇത്തരം യാത്രകൾ നിർണായകമായ തീരുമാനങ്ങളിലേക്ക് നയിക്കുമെന്നതിൽ സംശയവുമില്ല.